കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി കോംപ്ലിമെന്ററി പേപ്പറായ പൊളിറ്റിക്കൽ സയൻസിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് പാർട്ടാണ് അതിൽ വരുന്ന അവകാശങ്ങൾ, റൈറ്റ്സ് എന്ന പാർട്ട്. ഫസ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് മീനിങ്, അവകാശങ്ങളുടെ അർത്ഥമാണ്. അവകാശം എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യൻ അവന്റെ വ്യക്തിത്വത്തിന്റെ പൂർണ്ണമായ വികാസം ഉറപ്പുവരുത്താൻ ആവശ്യമായ സാമൂഹ്യ സാഹചര്യത്തിനെയാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്. വ്യക്തികളുടെ വളർച്ചയ്ക്കും സമൂഹത്തിന്റെ വളർച്ചയ്ക്കും അവകാശങ്ങൾ അത്യാവശ്യമാണ്. ഇതിന് കൊടുക്കുന്ന നിർവചനങ്ങൾ നോക്കാം. ലാസ്കി എന്ന ചിന്തകൻ അവകാശങ്ങളെ നിർവചിച്ചിരിക്കുന്നത് സാമൂഹ്യ ജീവിതത്തിനുള്ള സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ. അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതെ ഒരാൾക്കും അയാളുടെ പൊതുവായതും സ്വയമായതുമായ പൂർണ്ണത കൈവരിക്കാൻ കഴിയില്ല എന്നാണ്. TH ഗ്രീൻ പറഞ്ഞിരിക്കുന്നത് ഒരു ധാർമ്മിക ജീവി എന്ന നിലയിൽ മനുഷ്യന്റെ തൊഴിലിന്റെ പൂർണ്ണത കൈവരിക്കാൻ ആവശ്യമായ അധികാരങ്ങളാണ് അവകാശങ്ങൾ എന്നാണ്. ബെനി പ്രസാദ് നിർവചിച്ചിരിക്കുന്നത് മനുഷ്യന്റെ വ്യക്തിത്വ വികസനത്തിന് ആവശ്യമോ അനുയോജ്യമോ ആയ സാമൂഹ്യ സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ എന്നാണ്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൈറ്റ്സ്, അവകാശങ്ങളുടെ സവിശേഷതകൾ. അവകാശങ്ങൾ സമൂഹത്തിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. സാമൂഹ്യ ജീവിതത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് അവകാശങ്ങൾ. സമൂഹത്തിൽ തങ്ങളുടെ വികസനത്തിന് വേണ്ടിയുള്ള വ്യക്തികളുടെ അവകാശവാദമാണ് അവകാശങ്ങൾ. അവകാശങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നു. സമൂഹത്തിനെതിരായി ഇത് വിനിയോഗിക്കാൻ കഴിയില്ല. അവകാശങ്ങൾ വ്യക്തികൾ വിനിയോഗിക്കുന്നത് അവരുടെ പുരോഗതിക്ക് വേണ്ടിയും അതുവഴി സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയുമാവണം. സാമൂഹ്യ നന്മയ്ക്കെതിരായി അവകാശങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല. എല്ലാ ജനങ്ങൾക്കും തുല്യമായി ലഭിക്കുന്നവയാണ് അവകാശങ്ങൾ. അവകാശങ്ങൾ കടമകളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ നമ്മുടെ അവകാശങ്ങൾ അനുഭവിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ അവകാശങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണെന്നും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് റൈറ്റ്സ്, വിവിധ തരം അവകാശങ്ങൾ. എത്ര തരം അവകാശങ്ങൾ ഉണ്ട് എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാച്ചുറൽ റൈറ്റ്സ് ആണ്, സ്വതസിദ്ധമായ അവകാശങ്ങൾ. സ്വതസിദ്ധമായ അവകാശങ്ങൾക്ക് പല ചിന്തകന്മാരും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പ്രകൃതിയിൽ നിന്നും മനുഷ്യന് സ്വതസിദ്ധമായ ചില അവകാശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രമുണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന സാങ്കല്പിക സാഹചര്യമായ പ്രകൃതി ദശ അഥവാ സ്റ്റേറ്റ് ഓഫ് നാച്ചുറൽ മനുഷ്യൻ അനുഭവിച്ചിരുന്ന അവകാശങ്ങളാണ് നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ജോൺ ലോക്കിന്റെ അഭിപ്രായത്തിൽ ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തിനുള്ള അവകാശം എന്നിവയായിരുന്നു 3 നാച്ചുറൽ റൈറ്റ്സ്. എന്നാൽ ആധുനിക ചിന്തകരുടെ അഭിപ്രായത്തിൽ സാമൂഹ്യ ജീവിതത്തിന്റെ ഉപോൽപ്പന്നങ്ങളാണ് അവകാശങ്ങൾ. അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് രാഷ്ട്രത്തിലെ നിയമങ്ങളാണ്. രണ്ടാമത്തേതാണ് മോറൽ റൈറ്റ്സ് അഥവാ ധാർമ്മിക അവകാശങ്ങൾ. മനുഷ്യ മനസാക്ഷിക്കും ധാർമ്മിക തത്വങ്ങൾക്കും അനുസരിച്ചുള്ള അവകാശങ്ങളെയാണ് ധാർമ്മികപരമായ അവകാശങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യ മനസ്സിന്റെ ധാർമ്മിക അടിത്തറയാണ് ഇതിന്റെ പിൻബലം. മനുഷ്യ നന്മയിലും നീതിയിലും അധിഷ്ഠിതമായ അവകാശങ്ങളാണിത്. എന്നാൽ ഇത്തരം അവകാശങ്ങൾക്ക് നിയമത്തിന്റെ പിൻബലം ഉണ്ടാകില്ല. പൊതുനന്മയും പൊതുജനാഭിപ്രായവുമാണ് ധാർമ്മിക അവകാശങ്ങളെ നിലനിർത്തുന്നത്. ആരെങ്കിലും മറ്റൊരാളുടെ ധാർമ്മിക അവകാശങ്ങൾ ലംഘിക്കുന്നുണ്ടെങ്കിൽ പ്രസ്തുത വ്യക്തിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക സാധ്യമല്ല. നെക്സ്റ്റ് ആണ് ലീഗൽ റൈറ്റ്സ് അഥവാ നിയമപരമായ അവകാശങ്ങൾ. എന്താണ് നിയമപരമായ അവകാശങ്ങൾ? രാഷ്ട്രം അംഗീകരിക്കുകയും നിയമത്തിന്റെ പിൻബലത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്നതുമായ അവകാശങ്ങളെയാണ് നിയമപരമായ അവകാശങ്ങൾ എന്ന് പറയുന്നത്. നിയമപരമായ അവകാശത്തിന്റെ ലംഘനം ശിക്ഷയിലേക്ക് നയിക്കുന്നു. ഇനി ഈ നിയമപരമായ അവകാശങ്ങളെ 3ആയി തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? സിവിൽ അവകാശങ്ങൾ, രാഷ്ട്രീയ അവകാശങ്ങൾ, സാമ്പത്തിക അവകാശങ്ങൾ തുടങ്ങിയവ. അതെന്താണ് സിവിൽ അവകാശം എന്ന് പറഞ്ഞാല്? സംസ്കാര സമ്പന്നമായ ഒരു സാമൂഹ്യ ജീവിതം നയിക്കാൻ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങളെയാണ് സിവിൽ അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണമാണ് ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം എക്സെട്ര. നെക്സ്റ്റ് രണ്ടാമത്തെ ഇതാണ് രാഷ്ട്രീയ അവകാശം.
രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കാളികളാകുന്നതിന് പ്രജകൾക്ക് അവസരം ഒരുക്കുന്ന അവകാശങ്ങളെയാണ് രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന് പറയുന്നത്. വോട്ട് ചെയ്യാനുള്ള അവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, പൊതു ഉദ്യോഗങ്ങൾ നിർവഹിക്കാനുള്ള അവകാശം, ഇതൊക്കെ രാഷ്ട്രീയ അവകാശങ്ങളുടെ ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് ആണ് സാമ്പത്തിക അവകാശം. എന്താണ്? ജനങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് സാമ്പത്തിക അവകാശങ്ങൾ. അതായത് ജോലി ചെയ്യാനുള്ള അവകാശം, അനുയോജ്യമായ കൂലി കിട്ടാനുള്ള അവകാശം, വിശ്രമവേളകളും വിനോദ സൗകര്യവും ലഭിക്കാനുള്ള അവകാശം, അസുഖങ്ങളോ പ്രായാധിക്യമോ അംഗവൈകല്യമോ സംഭവിച്ചാൽ സാമൂഹ്യ സുരക്ഷ ലഭിക്കാനുള്ള അവകാശം എന്നിവയെല്ലാം സാമ്പത്തിക അവകാശങ്ങൾക്കുള്ള എക്സാമ്പിൾ ആണ്. അപ്പൊ അടുത്ത നമ്മുടെ ടൈപ്സ് ഓഫ് അവകാശത്തിലെ 4ാമത്തെ അവകാശമാണ് മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 3ാമത്തെ ഭാഗത്ത് 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾ വകുപ്പുകളിലായിട്ട് ആലേഖനം ചെയ്തിരിക്കുന്ന അതിവിശിഷ്ടമായിട്ടുള്ള അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. ഇത് എല്ലാ പൗരന്മാർക്കും ഭരണഘടന ഉറപ്പു നൽകുന്നു. ഈ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പൗരന്മാർക്ക് കോടതിയിലൂടെ പുനഃസ്ഥാപിച്ച് കിട്ടാനുള്ള അർഹതയുണ്ട്. ജാതി, മത, വർഗ, വർണ്ണ, ലിംഗ, ജനനസ്ഥല വിവേചനം കൂടാതെ എല്ലാ പൗരന്മാർക്കും ലഭിക്കുന്ന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. ഇനി ഇതിലെ പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഭരണഘടനയിൽ ആലേഖനം ചെയ്തിരിക്കുന്നതും ഭരണഘടന ഉറപ്പു നൽകുന്നതുമാണ് മൗലിക അവകാശങ്ങൾ. ലംഘിക്കപ്പെട്ടാൽ കോടതി മുഖാന്തരം നേടിയെടുക്കാൻ കഴിയുന്ന അവകാശങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം, അത് ആർട്ടിക്കിൾ 14 to 18. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 to 22. ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 23 to 24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 to 28. പിന്നെ വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ അവകാശം ആർട്ടിക്കിൾ 29 to 30 വരെ വരുന്നത്. ഭരണഘടനാപരമായ പരിഹാരം തേടാനുള്ള അവകാശം ആർട്ടിക്കിൾ 32. നെക്സ്റ്റ് ആണ് മനുഷ്യ അവകാശങ്ങൾ, 5ാമത്തത്. മനുഷ്യരായി പിറവിയെടുക്കുന്ന ഭൂമുഖത്തെ ഏതൊരു മനുഷ്യനും അന്തർലീനമായി ലഭിക്കുന്ന അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. ജാതിയോ മതമോ ഭാഷയോ ലിംഗമോ ജനനസ്ഥലമോ രാഷ്ട്രമോ ദേശമോ ഒന്നും തന്നെ പരിഗണിക്കാതെ ലഭിക്കുന്ന അവകാശങ്ങളെയാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യാവകാശങ്ങൾ മനുഷ്യരിൽ നിന്നും എടുത്തു മാറ്റാൻ കഴിയുന്നവയല്ല. വ്യക്തികളുടെ അന്തസ്സും അഭിമാനവും വ്യക്തിത്വവും ഉൾപ്പെടുത്തിയിരിക്കുന്നതിനുള്ള അവകാശങ്ങളാണിവ. ഐക്യരാഷ്ട്ര സംഘടന ഈ അവകാശം കൃത്യമായി നിർവചിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ആണ് കടമകൾ, ഡ്യൂട്ടീസ്. എന്തെങ്കിലും കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള കടപ്പാടാണ് കടമകൾ. കടമകൾ എന്നത് നിയമപരമായ കടപ്പാടാണ്. ചിലപ്പോൾ അത് നിശ്ചിത കാര്യം ചെയ്യാനും മറ്റു ചിലപ്പോൾ നിശ്ചിത കാര്യം ചെയ്യാതിരിക്കാനുമുള്ള ഉത്തരവാദിത്തമാണ്. കടമകളുടെ നിർവചനങ്ങൾ നോക്കാം. സാൽമണ്ട് പറഞ്ഞിരിക്കുന്നത് ഒരു കടമ എന്നാൽ കടപ്പാട് നിറഞ്ഞ പ്രവൃത്തിയാണ്. തെറ്റായതിന് എതിരെയുള്ള ഒരു പ്രവൃത്തിയാണ് കടമകളും തെറ്റുകളും പരസ്പര ബന്ധിതമാണ്. ഇങ്ങനെയാണ് സാൽമണ്ട് കടമകളെ നിർവചിച്ചിരിക്കുന്നത്. അതായത് ഒരു കടമ എന്നാൽ കടപ്പാട് നിറഞ്ഞ പ്രവൃത്തിയാണ്, തെറ്റായതിനെതിരെയുള്ള ഒരു പ്രവൃത്തിയാണത്. കടമകളും തെറ്റുകളും പരസ്പരം ബന്ധിതമാണ്. ഇനി കടമകൾ എന്താണ്? വിവിധ തരം കടമകളുണ്ട് അല്ലെ? എന്തൊക്കെയാണ്? നിയമപരമായ കടമകളും ധാർമ്മിക കടമകളും പോസിറ്റീവും നെഗറ്റീവുമായ കടമകൾ, പ്രാഥമിക കടമകളും സെക്കൻഡറി കടമകളും, പൊതുവായ കടമകളും പ്രത്യേകമായ കടമകളും, റിലേറ്റീവ് കടമകളും അബ്സല്യൂട്ട് കടമകളും, മൗലിക കടമകൾ. ഇങ്ങനെ 6 ടൈപ്സ് ഓഫ് കടമകൾ നമുക്ക് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം.